ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ അപ്പൂൻ്റെയും വെഡ്ഡിങ്ങിൻ്റെ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ. അത് ഹൽദി പോലത്തെ ഒരു സെറ്റപ്പാണ്. ഹൽദി അല്ല, നമ്മൾ കുറച്ച് വെറൈറ്റി വീഡിയോ, നമ്മൾ പാണ്ടി നൈറ്റ് എന്നുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത്, ഒരു പാണ്ടി മേളം സെറ്റപ്പ്. ആ പരിപാടി അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം മേക്കപ്പ് ഞാനാണ് ചെയ്യുന്നത് ഫേസിൽ. കാരണം ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ കഴിഞ്ഞ ഹോളിൽ ഞാൻ കാണിച്ചത് ഇത്രയും വാങ്ങിച്ച് ചെക്കാം. അപ്പം മേക്കപ്പ് ഞാനാണ് ചെയ്യണത്. ആൻഡ് എനിക്ക് ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ടച്ച് ബൈ രേഷ്മ ചേച്ചി വരും ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പം രശ്മി ജോണി വേണം. അപ്പോൾ ഓൺ ദ വേ എത്തുന്നതിന് മുന്നേ നമുക്ക് ഫേസിലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് തീർക്കണം. സോ ഗൈസ്, അപ്പം ഞാൻ ആദ്യമേ പറയാം, ഈ പാണ്ടി നൈറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഹൽദി പോലത്തെ വേറൊരു കുറച്ചൊരു ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. സാധനം ഫുൾ ഒരു അടിച്ചുപൊളി അങ്ങനത്തെ ഒരു സെറ്റപ്പ് പരിപാടി. പിന്നെ പറയാനുള്ള കാര്യം, കല്യാണം ഇത് സാധാരണ എല്ലാവരും കല്യാണത്തിന് ഒരു 3 ദിവസം മുന്നേ 2 ദിവസം മുന്നേ തലയ്ക്കും തലേദിവസമൊക്കെയാണ് ഇത് വയ്ക്കുന്നത്. ഞങ്ങളെ കല്യാണം ഇനിയും ഒരു 2-2.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കല്യാണം. ഒരു 3 ആഴ്ച. ഓക്കെ, ഈ ഞാൻ ഡേറ്റ് പറയാം കേട്ടാ കല്യാണം. അപ്പം ഞങ്ങൾ നേരത്തെ വയ്ക്കുന്നതെന്ന് വെച്ചാൽ അപ്പൂനും ഒരു വർക്കുണ്ട്. അപ്പം ആ വർക്ക് ഓൾറെഡി നേരത്തെ എടുത്തു. അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടാണ് എടുത്തു എന്ന് ഞാനിവിടെ പറഞ്ഞ്. പക്ഷെ അപ്പം ആ സമയത്ത് പരിപാടി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ അപ്പൂന് എത്താൻ പറ്റൂല. അപ്പോൾ ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പരിപാടി ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം നേരത്തെ വച്ച്. പിന്നെ എനിക്കതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് എനിക്ക് 2 ദിവസം എന്തെങ്കിലും അസുഖമായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അതായത് ഇന്നൊരു കല്യാണത്തിന് നിങ്ങൾ പോയെന്ന് വിചാരിച്ചോ, ഞാൻ പിറ്റേന്ന് വീഴും, അല്ലെങ്കിൽ അന്ന് രാത്രി വീഴും, അല്ലെങ്കിൽ പിറ്റേന്ന് എനിക്ക് ഒട്ടുമില്ല, ഭയങ്കര ക്ഷീണമാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓൾറെഡി മേക്കപ്പ് അന്ന് സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട്. ഒരു മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ വരുന്നവരെണ്ണം ഇട്ടിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാൻ എൻ്റെ ലെൻസ് വെച്ച് കൊടുക്കാൻ പോവാണ്. ലെൻസ് വച്ചിട്ടാണ് എനിക്ക് ഇനി ഇടാനുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ എൻ്റെ നെയിൽസ് കണ്ട, ഞാൻ നെയിൽസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡി ആർട്ടിസ്റ്ററി ബൈ താര ചേച്ചിയുടെ അവിടെ പോയിട്ടാണ് നെയിൽ ചെയ്തത്. ഞാൻ എപ്പോഴും എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ പോയാണ് ചെയ്യാറുള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് ലെൻസ് വയ്ക്കാം. ഞാൻ പച്ച കളർ ലെൻസാണ് വെച്ചേക്കണം. ഓക്കെ, ഇതെനിക്ക് ഒരുങ്ങി വരുമ്പം ചേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എടുത്ത് കളയും. നോൺ ടൈം യൂസിൻ്റെ അക്വ കളറാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. NV ഗ്രീൻ, അക്വ കളറിൻ്റെ NV ഗ്രീനാണ് വയ്ക്കുന്നത്. 2031 വരെ ഇതിന് എക്സ്പയറി ഉണ്ടെന്നുള്ളതാണ് സത്യം. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഞാനത് 2024 വാങ്ങിച്ചതാണ്. ഞാനിത് വരെ യൂസ് ചെയ്തിട്ടില്ല. ലെൻസ് വയ്ക്കുന്ന നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ഒരു നിർബന്ധമില്ല, ആർക്കും ഒരു നിർബന്ധമില്ല. പിന്നെ നമുക്ക് ലുക്കൊക്കെ ഒന്ന് കുറച്ച് എപ്പോഴും ചെയ്യണ പോലെ അല്ലാതെ കുറച്ചൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വയ്ക്കണമായിരിക്കും ബെറ്റർ. ഞാൻ കറക്റ്റ് കൃഷ്ണമണി കൊണ്ട് വയ്ക്കും. ഞാൻ സൈക്കോയാണ് ഗൈസ്. അങ്ങനെ കറക്റ്റ് കൃഷ്ണമണി വയ്ക്കണമല്ലോ. സാറിന് എല്ലാവരും ഇങ്ങനെ ഓടൂലേ കൃഷ്ണമണിയായിട്ട് അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടല്ലേ. ഞാൻ കറക്റ്റ് കൃഷ്ണമണി കൊണ്ട് വെച്ചിട്ട് സൈക്കോളെ പോലെ ഇരിക്കും. ഓക്കെ, ഗ്രീൻ. ഇതാണ് ലെൻസ്. ഓക്കെ, ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം യൂസ് ചെയ്യണ പ്രോഡക്റ്റ്. ആൻഡ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ലുക്കാണ് ചെയ്യാൻ പോണത്. കാരണം ഹെവി ആയിട്ടുള്ളൊരു ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ധാവണിയാണ് ഞാൻ ഇടണത്. പിന്നെ ഓർണമെൻറ്റ്സ് കുറച്ച് ഹെവി ആക്കിയാലോ ഞാൻ ആലോചിക്കുന്നുണ്ട്, ധാവണി സിമ്പിളായതുകൊണ്ട്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി ഫേസിൽ മോയ്സ്ചറൈസർ സൺസ്ക്രീനോടായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു. ഇനി ഇതാ ഈ എംബ്രിയോലിസിൻ്റെ ഈ ഒരു മൾട്ടി ഫങ്ഷൻസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വിത്ത് ബേസ് ക്രീമാണ്. ഇത് ഞാനിങ്ങനെ പുറത്തൊക്കെ ആൾക്കാരെല്ലാം കണ്ടത്, അവർ ഈ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഈ സാധനം ഇടും. പക്ഷേ എൻ്റെ പൊന്നു ഗൈസ്, ഇതിൻ്റെ ഒരു തരണ ഗ്ലോയും ഹൈഡ്രേഷനും എന്ന് പറയുന്നത് ഭയങ്കര ഒരു അടിപൊളിയാണ്. ഓൾറെഡി എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. എനിക്ക് ഈ എൻഗേജ്മെൻ്റ് സമയത്തൊക്കെ എൻ്റെ സ്കിൻ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ നമ്മൾ ഈ പുറത്തോട്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ വെള്ളം കിട്ടാത്ത പാടം ഇല്ലേ, അതാണ്. കാരണം ഞങ്ങൾ ഓൾറെഡി ഞാനും അപ്പോൾ കൂടെ കല്യാണം ഞങ്ങളുടെ ഇത് ഡേറ്റൊക്കെ എടുത്തപ്പോഴത്തേക്കേ ഞങ്ങൾ കല്യാണം കഴിക്കുന്നു എന്ന് തീരുമാനിച്ചപ്പോഴേ ഞങ്ങളിരുന്ന് സംസാരിച്ച വിഷയങ്ങളിൽ ഒരു വിഷയമാണ് നമ്മളെ കല്യാണമാണ്, അത് നമ്മൾ നടത്തും, നമ്മൾ എല്ലാത്തിനും നമ്മൾ തന്നെ ഓടും, നമ്മൾ തന്നെ പോവും, നമ്മൾ ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് വെച്ചാൽ ആർക്കും ഒരു സ്ട്രെസ്സും ഒരു പ്രഷറും ഒന്നും കൊടുക്കാതെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കും. ബിക്കോസ് നമ്മൾ മെച്ചുവേർഡായിട്ടുള്ള ആൾക്കാരാണ്, നമ്മൾ കണ്ണാൻ ചുണ്ണികളല്ല എന്ന് നമ്മൾ ഓൾറെഡി അത് തീരുമാനിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഞങ്ങളാണ് ഓടിയത്.
എക്സ്പെക്ട് മാളുവിനെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വിളിച്ചോണ്ട് പോകും. മാളുവിനെ അക്കുനെ ബി അത് കുഴപ്പമില്ല. ബാക്കി ആരെയും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇൻ കേസ് എൻ്റെ അമ്മയായാലും അവിടെ ആയാലും ഇവിടെ ആയാലും എവിടെ ആയാലും എല്ലാവരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വളരെ എല്ലാത്തിനോടും ഓടിയുണ്ട്. വെള്ളം കുടിക്കില്ല. എനിക്കിപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. യെസ്, ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. യാ ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ സാധനം ഇട്ട് നെക്സ്റ്റ് ഞാൻ പ്രൈമറാണ് ഇട്ട് കൊടുക്കുന്നത്. നാഴ്സിൻ്റെ റേഡിയൻ്റ് പ്രൈമറാണ്. ഇതിനകത്ത് SPF ഉണ്ട്. കുഴപ്പമില്ല, നല്ലതാണ് SPF ഉള്ളത്. കാരണം വേറൊന്നുമില്ല, ഞാൻ ഓൾറെഡി SPF ഉള്ള ഇതിട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചുകൂടെ എടുത്തിടും. ഗ്ലാമിൻ്റെ ഇതിടുമ്പോൾ വെച്ചാൽ ഭയങ്കര ഗ്ലോയാണ് സ്കിന്നിന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പ്രീ വെഡ്ഡിങ് ലുക്കിൽ ചേച്ചി ഈ ഒരു സാധനമാണ്, ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഗായ്സ്, എൻ്റെ ഗ്ലോ കണ്ട, അയ്യോ ഭയങ്കര ഗ്ലോ അല്ലേ. ഓക്കെ. ആൻഡ് ഇനി ഒരിക്കലും നിങ്ങൾ പ്രൈമർ ബ്രഷിൽ എടുത്തിടരുത്, കാരണം ബ്രഷ് അത്രയും കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പ്രൈമർ ഇട്ട് ഇനി നമുക്ക് കളർ കറക്റ്റർ ഇടാം. ഞാൻ ഹുഡയുടെ പീച്ച് കളർ കറക്റ്റാണ് ഇടുന്നത്. പീച്ചാണ് സേഫ്. ഓറഞ്ചൊക്കെ നമ്മൾ കറക്റ്റായിട്ടല്ല, ഭയങ്കര കൂടിയാണ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുഖം ഒരുമാതിരി ഓറഞ്ചിച്ച് മഞ്ഞ കളറിലിരിക്കും. അപ്പം ഞാൻ എനിക്ക് കുറച്ച് ഏരിയയിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ നാച്ചുറലായിട്ട് ഉണ്ടാവും. അത് മനുഷ്യർക്കുള്ളതാണ്, അങ്ങനെ ഉണ്ടാവും. അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. എനിക്കിത് ഇവിടെ ഉണ്ട് മുഖത്ത്, പിന്നെ വേറെ കുഴപ്പമില്ല. എന്നാലും നെറ്റിയിലൂടെ ഞാൻ കുറച്ചുകൂടെയാണ്. കാരണം ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് മെലാസ്മയുള്ള ആൾക്കാരാണ്. എൻ്റെ അമ്മയെക്കാളും എനിക്ക് വേറൊരു സൈഡിൽ നിന്ന്, പെറ്റേണൽ സൈഡിൽ നിന്ന് എനിക്ക് നന്നായിട്ട് മെലാസ്മയ്ക്കുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ഈ നെറ്റിയുടെ ഇവിടെയൊക്കെ എനിക്ക് നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പീൽ ചെയ്തത്. കാരണം എനിക്ക് ഈ എൻഗേജ്മെൻറ്റ് സമയത്ത് ഞാൻ ഓടി എനിക്ക് വെയിൽ കുറച്ച് ഞാൻ ടാനായി. അന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്ന യുഗങ്ങ പിഗ്മെൻറ്റേഷൻ അല്ല, കാരണം എനിക്ക് മെലാസ്മ ട്രിഗർ ആയായിരുന്നു. ഓക്കെ, നമ്മളിതൊരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കളർ കറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഹുഡയുടെ പീച്ച് കളർ കറക്റ്റാണ്. കാരണം എനിക്ക് അത്യാവശ്യം മേക്കപ്പ് നല്ല ലാസ്റ്റ് ചെയ്ത് നിൽക്കണം. നമുക്ക് DJ പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് മേക്കപ്പ് നല്ല കറക്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്, ഡാബ് ചെയ്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ 2 വാങ്ങിച്ചെന്ന് പറഞ്ഞില്ല ഗൈസ്. ഡിയോറിൻ്റെ ഇതും വാങ്ങിച്ച്, സ്റ്റിക്ക് ഫൗണ്ടേഷൻ വാങ്ങിച്ച്. സ്റ്റിക്ക് കുറച്ചുകൂടെ നമുക്കൊരു ഡെയിലി ലൈറ്റ് മേക്കപ്പാണ്, നമുക്കൊരു ഫങ്ഷൻ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് അത്യാവശ്യം ഇടാം. ആൻഡ് ഇത് ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ 2 ഡ്രോപ്പ് എടുക്കണം. 2 ഡ്രോപ്പ് മതിയാവുമെന്ന് തോന്നാണ്. ഇത് ഫൗണ്ടേഷൻ. ഇത് ഞാൻ സോനാഷി സിൻഹേരയിൽ ഈ സെയിം ടൈപ്പ് ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് പുള്ളിക്കാരി ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്ക് 4000-6000 കൊണ്ടാണ് ആ ബ്രഷിൻ്റെ റേറ്റ്. നമുക്കിത് 400 രൂപയ്ക്ക് ഞാൻ നൈക്കയിൽ വാങ്ങിച്ചത്. ഞാൻ ഡൈ ചെയ്തെടുത്തേക്കാം. ഇത് വെച്ചിടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല കവറേജ് കിട്ടും. കണ്ട, കറക്റ്റ് നമ്മൾ മതിലിൻ്റെ മേൽ പെയിൻ്റ് അടിക്കണ പോലത്തെ ഒരു സെറ്റപ്പാണിത്. കണ്ട, ആഹാ, തികയൂല. ഓക്കെ, കുറച്ച് കൂടുതൽ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫൗണ്ടേഷൻ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടിട്ട് ഇനി നമ്മൾ വെച്ച് ബ്രഷ് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ വാരി ജസ്റ്റ് പൂശുന്നതേ ഉള്ളേ. സോ ഗൈസ്, നമ്മുടെ ബഫിംഗ് ബ്രഷാണ് ഇത്. മാൾസിൻ്റെ ബ്രഷാണ്, മറ്റേ ഒരുപാടുള്ളതുണ്ടല്ലോ ഈ ട്രാവലിനൊക്കെ യൂസ് ചെയ്യണ ആ സാധനമാണിത്. ഒരു വെളുത്തൊരു പ്രതീതി നിങ്ങൾക്ക് വരും ഫൗണ്ടേഷൻ ഇടുമ്പോൾ. ഇനി ബാക്കിയൊക്കെ ഇടുമ്പോഴേ സെറ്റ് ആവുള്ളൂ. നമ്മളിതാ ഫൗണ്ടേഷൻ ഇട്ട് ഇനി നമുക്ക് ചെറുതായിട്ട് കൺസീലർ തൊട്ടിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഹുഡയുടെ പൗഡറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യണം. പക്ഷെ ഞാൻ യൂസ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര ഹൈജീനിക് അല്ല. കാരണം ഞാൻ കുളിക്കില്ല, നനയ്ക്കില്ല, ഒക്കെ ഞാൻ സമ്മതിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഈ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ എപ്പോഴും വളരെ വൃത്തിയോടെ സൂക്ഷിക്കാറുള്ളൂ ഗൈസ്.
അല്ലെങ്കിൽ ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണത് ടക്കനെ ചീത്തയാവും. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളൂ. ഓക്കെ, ഈ ബ്രഷ് മതി. വേറൊരു സ്പഞ്ചുണ്ട്, ഞാൻ അത് എടുക്കാൻ എനിക്കിവിടെ നെണീക്കാൻ പാടില്ല. കറിച്ചായിട്ട് നമുക്ക് ഇനി ഞാൻ കുറച്ച് സമയം എടുത്ത് തന്നെ ഒരുങ്ങാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മറ്റേ തട്ടിക്കൂട്ട് മേക്കപ്പാണ് എൻ്റെ മേക്കപ്പ്. കുറച്ച് നമുക്ക് എക്സസ് ആയിട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് തുടച്ചു കൊടുക്കാം. ഫൈൻ ഗൈസ്, എന്താ നമ്മുടെ ഇത് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് വേണ്ട നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഓൾറെഡി ഞാൻ പൗഡർ വെച്ചിട്ട് മേലങ്ങ് ഓർക്കാതെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ കൺസീലർ ഒന്നും ഇടാൻ പോണ്ട. മാക്കിൻ്റെ ഈ ഒരു ഷാഡോ പാലറ്റാണ് എടുക്കണം. ആൻഡ് എനിക്ക് പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇതാണ് സംഭവം, വളരെ സിമ്പിൾ ഐ മേക്കപ്പ്. ഓക്കെ, മാർസിൻ്റെ മേക്കപ്പ് ബ്രഷ് ഞാനൊരു ലൈറ്റ് ബ്രൗണും ഒരു ഡാർക്ക് ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് കോണ്ടൂർ ചെയ്ത് കൊടുക്കും. കോണ്ടൂർ ചെയ്ത് കൊടുത്താലേ ഒരു ഷേപ്പ് കിട്ടുള്ളൂ, ആ ഒരു ഡെപ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ ഇനി നെക്സ്റ്റ് ഞാൻ വിചാരിക്കുന്നത് വളരെ ലൈറ്റായിട്ട് ഒരു ഐ മേക്കപ്പാണ്. അതായത് ഇവിടെ കുറച്ച് ഗോൾഡ് ഷിമ്മറും കുറച്ച് പിങ്ക് അങ്ങനെയാണ് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് കളറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഗോൾഡും ബ്രോൺസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പയ്യെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ട, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗൺ ഇട്ട് കൊടുക്കാം. പക്ഷെ അതിന് മുമ്പ് എൻ്റെ ഹുഡ ഉണ്ട്, അപ്പോൾ അതിൽ പിങ്ക് എടുക്കാം നമുക്ക്. ഞാൻ മനസ്സ് മാറ്റി, നമുക്ക് ബ്രൗൺ തന്നെ പോവാം. ബ്രൗണും ബ്ലാക്ക് കൂടെ പോവാം. ഓക്കെ, എൻ്റെ അഗൈൻ ഞാൻ ഒന്നുകൂടെ 3 കളർ മിക്സ് ചെയ്ത് കിഷ് 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 കിഷ്. ഇത് തന്നെ ധാരാളം. എനിക്കിങ്ങനെ ഓവറായിട്ട് ചെയ്യണ്ട, അപ്പം അതുകൊണ്ട് അത് തന്നെ ചെയ്ത് കൊടുത്ത് ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടി ഒരു കാജൽ എടുത്ത് നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്യാം. ഞാൻ ഇപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ ജോൺ ഹാനായി പെട്ടിയിൽ കാജളില്ലായിരുന്നു. ഞാൻ ഹുഡയുടെയും കൂടെ എടുത്ത് എനിക്കൊരു സുഖം കിട്ടാനില്ല. ഞാൻ ഹുഡയും കൂടെ എടുത്തിട്ട് ഒരു പിങ്ക് ഒരു പീച്ച് ഒരു സാധനവും കൂടെ ജസ്റ്റ് തുമ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചേ. അല്ലെ എനിക്കൊരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനില്ല. ഓക്കെ, പെർഫെക്റ്റ്. ഈ ഒരു ഷാഡോ പാലറ്റാണ് എടുത്തത്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ എസെൻസിൻ്റെ കാജലാണ് ടൈറ്റ് ലൈൻ ചെയ്യണ. എസെൻസിൻ്റെ കാജൽ വെച്ചിട്ടാണ്. എനിക്കൊരു പ്രെഡേറ്ററിനെ പോലെ ഇരിക്കണം എൻ്റെ കണ്ണ്. ഞാൻ ഓക്കെ അല്ലെങ്കിൽ ഗൈസ് ഞാനിത് മാറ്റും. ഒരിക്കലും കഴിയുമ്പോൾ ഇനി ലെൻസ് വയ്ക്കുമ്പോൾ കൊള്ളൂല എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു ഐ ലൈനർ ചെയ്യണം. വിങ് ഐ ലൈനർ, അതായത് പ്രാഷ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ വിങ് ഐ ലൈനർ ചെയ്യണ ബ്രഷാണ്. ഒരു ജെൽ ഐ ലൈനർ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ള അതെടുത്തോ. എന്നിട്ട് ഇതെടുത്തിട്ട് നമുക്കിതിൻ്റെ വിങ് ചെയ്യാം. നമ്മൾ കണ്ടില്ലേ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പണ്ട് ടീച്ചർമാരെന്നെ എന്തൊക്കെ പറഞ്ഞെങ്കിലും സ്റ്റിൽ നൗ ടീച്ചേഴ്സ് ഞാൻ പെർഫെക്റ്റായിട്ട് ഞാൻ വിങ് എഴുതുന്നു എന്നുള്ളതാണ് സത്യം. പണ്ട് എൻ്റെ ഒരു മെസ്സേജ് പറയുന്നു, മാത്സ് LSS ഗംഗയ്ക്ക് സ്ഫുടിതമായിട്ട് കണ്ണെഴുതാൻ അറിയാമല്ലോ, വരയ്ക്കാൻ അറിയാമല്ലോ, പക്ഷെ ഗംഗയ്ക്ക് ഒരു ജോഗ്രഫി അറിയത്തില്ല. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഹിസ്റ്ററി അറിയത്തില്ല, ഫ്രഞ്ച് റെവല്യൂഷൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അതും പറയൂര്. മോനെ കണ്ണെഴുതി. എന്നെ ആരൊക്കെ എന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണെഴുതാനുള്ള എൻ്റെ കഴിവ് അല്ല, ഞാൻ പറഞ്ഞത് വിങ് ചെയ്യാനുള്ള എൻ്റെ കഴിവ്. ചുമ്മാ ചില സമയത്ത് ലോകത്തൊന്നും ഇല്ലാത്ത കഴിവുകളെ കണക്കാണ് ഞാൻ കണ്ണെഴുതണത്. ഓക്കെ, നമ്മൾ ഐലൈനർ. ഇനി നമുക്ക് ഐലൈനറിൻ്റെ ആവശ്യമുണ്ട്. ഈ ജെൽ ഐലൈനറിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഐലൈനറിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ എസെൻസിൻ്റെ ഐലൈനറാണ്. ഇതൊന്നും മുറിച്ചില്ല, ഇത് വരാം. ഓക്കെ, എസെൻസിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യണത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ
നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് ഞാൻ അകത്ത് എഴുതണോ വേണ്ടേന്നാണ് ആലോചിക്കണതാണ്. തമിഴ് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഞാൻ അകത്തൂടെ എഴുതണേ. ആ കാജൽ വച്ചിട്ട് ഓക്കെ കാജൽ ഇത് വേണ്ട, നമുക്ക് ജെൽ ലൈനർ തന്നെ പോവാം. എങ്കിലും നമുക്ക് കറക്റ്റ് ആ ഒരു തമിഴ് എക്കാലത്തെയും എൻ്റെ ഫേവറേറ്റ് ലോറിയലിൻ്റെ ഐലൈനർ ഇട്ട് നമുക്ക് എഴുതാം. ഇതാകുമ്പം നല്ല ലാസ്റ്റ് പരിപാടി കഴിയുന്നവരെ എൻ്റെ കണ്ണി കാണും. എന്നിട്ട് ഞാൻ അകത്ത് എഴുതി കൊടുക്കുകയാണെ. നമ്മൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യൂലേ. ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ കണ്ണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ണ്. ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുകയാണേ. ഇത് YSLൻ്റെ മസ്കാരയാണ്. ഞാൻ ആദ്യം ഇത് ഓർഡർ ചെയ്ത സമയത്ത് ഇപ്പോഴും നമ്മൾ പഴയ വീട്ടിലായിരുന്നപ്പോഴേ ഞാൻ ഓർഡർ ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വിചാരിച്ച് ഇതാണ് വന്നിരുന്നു ഫേക്ക്. അങ്ങനെ ഞാൻ കുറച്ചാൾ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒറിജിനൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നൈക്കിന്ന് വെച്ചായിരുന്നു, എന്നിട്ട് ഞാൻ വെച്ച് ഫേക്കാണ്. ഇത് വെയിറ്റ് ഇല്ലാത്ത ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പെട്ടിയാണ്. അപ്പോഴാണ് എനിക്ക് ടെൻഷനായത്, അയ്യോ ഇനി ഫേക്കല്ലോ ആണ്. പക്ഷെ ഭയങ്കര പൊള്ളി മസ്കാരയാണ്. ഫേക്ക് ലാഷ് കൂടെ വയ്ക്കുവേ. ഇതാ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസിലോട്ട് പോവാം. എൻ്റെ വേറെ ഒരു അർബൻ ഡിക്കയുടെ ഒരു ഐലൈനർ ഉണ്ട്. ഇനി അതുകൂടെ വെച്ചിട്ട് എനിക്ക് എൻ്റെ കണ്ടിട്ട് തന്നെ എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടം തോന്നണം. വാവുടാ, സൂപ്പറായിട്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാമേ. ഇത് മോർഫിയുടെ ഐബ്രോ പെൻസിലാണ്. എന്നിട്ട് ഞാനൊരു മേക്കപ്പ് ബ്രഷ് കൂടെ വാങ്ങിച്ചാലെന്ന് വിചാരിക്കുന്നുണ്ട്. മോർഫിയുടെ ഹോൾ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ദാ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തേ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഇവിടെ സെറ്റ് ചെയ്തില്ലേ, അതൊക്കെ നമുക്കിനി തൂത്തുറക്കി കളയാം. സെറ്റായത് ഓൾറെഡി. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഓക്കെ, ബ്ലഷിൽ ഞാൻ എന്താ ഈ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷാണ്, വർത്ത് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇടണത്. വർത്ത്, യെസ് ഓഫ് കോഴ്സ് ഐ ആം വർത്ത്. നമ്മൾ ഓക്കെ, കുറച്ച് ഷീഗ്ലാമിൻ്റെ വൈറലായിട്ടുള്ള പൂച്ചക്കല്ല് ബ്രഷ് ഉണ്ട്, അതാണ് ഈ ബ്രഷ്. പൂച്ച ലവേഴ്സിന് ഇത് വാങ്ങാം, അടിപൊളിയാണ്. ഓക്കെ, കുറച്ച് കൂടിപ്പോയി, തേഞ്ഞു. ഓക്കെ ഗൈസ്, നമുക്കിതാ നമ്മുടെ ബ്ലഷ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോണ്ടോർ ചെയ്യാം. ആക്ച്വലി കോണ്ടോർ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ബിക്കോസ് ഞാൻ പുതിയതാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഇങ്ങനെയെങ്കിലും പോകുമ്പോഴെല്ലാം തീർക്കല്ലേ, നമുക്ക് പിന്നെ ആവശ്യമില്ലാതായി പോകും. ഓക്കെ, ചിരിച്ചുകൊണ്ട് കോണ്ടോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചേച്ചി പറഞ്ഞു. എൻ്റെ ജോലയിനൊക്കെ എണീറ്റ് നിന്ന് ഇടിക്കട്ടെ ആൾക്കാരാ. ഉളി പോലെ, ചാട്ടുളി പോലെ കൊള്ളട്ടെ. സത്യം പറഞ്ഞാൽ മേക്കപ്പ് കഴിഞ്ഞേ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യാം. ഞാൻ ഒരു ഞാനാണെങ്കിൽ ഈ ലിപ്പ് ലൈനർ വാങ്ങിച്ചിട്ട് എൻ്റെ നഷ്ടം എവിടെയെന്നറിയോ, ഞാൻ ഉപയോഗിക്കുന്ന കട്ടർ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റ് ലോസ് ആയിപ്പോയി. ഇപ്പം ഞാൻ എന്താ സെഫോറയിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ച്, ഞാൻ സാറിന് അക്കുൻ്റെ പേരൊക്കെ നമുക്ക് കിട്ടുമല്ലോ കട്ടർ, അതാണ് ഇട്ടുണ്ടെന്ന് എനിക്ക് കുറേ പ്രോഡക്റ്റ് പോയി. ഇപ്പം അതാ സെറ്റ് ലിപ്പ് ലൈൻ ചെയ്തേ. ഇനി എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ഈ കീക്കോ മിലാനോടെ ലിപ്സ്റ്റിക്കാണ്, ഡബിൾ ടച്ച് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ്സ് ഞാൻ ടിറയിൽ കുറച്ച് ഷെയ്ഡ്സ് അവൈലബിൾ ഉള്ളൂ. ഞാൻ അവിടെ 2 ഔട്ട്ലെറ്റിൽ പോയി, ബാംഗ്ലൂരിൽ പോയ സമയത്ത് എനിക്ക് കിട്ടിയില്ല. ഭയങ്കര അടിപൊളിയാണ് ഇത്, നല്ല ലാസ്റ്റ്. ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ അന്ന് മേക്കപ്പ് സമയത്ത് ഇട്ടാണ്, എനിക്ക് ഇനി വരുന്നവരെ എൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. നമ്മളിതാ ലിപ്സ്റ്റിക്ക് ഇട്ടു. വേണമെങ്കിൽ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ കൂടെ ഇട്ട് കൊടുക്കാം, കാരണം ഒരു പിങ്ക് ലിപ്പ് കിട്ടണ്ട. ഇതാണ് ഗൈസ് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ബർഗണ്ടി ഇട്ടപ്പോൾ ഒരു പിങ്ക് ആയിരുന്നു, ബ്രൗൺ ഇട്ടപ്പോഴാണ് ഒന്ന് സെറ്റായത്. ആൻഡ് ഇത്
ഒരു 2 സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എനിക്ക് ഈ ഐബ്രോസ് കുറച്ചുകൂടെ ഒന്ന് ഇങ്ങോട്ട് ആക്കണം. ഓക്കെ ഗൈസ്, ആൻഡ് ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇതിങ്ങനെ ഇടുമ്പോൾ സ്റ്റിക്കാണേ. ഇത് ഒരു ഗ്ലോസി ഫിനിഷും നല്ല ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലുക്ക്. കാരണം എനിക്കിങ്ങനെ ഞാനായിട്ട് നിന്ന് ഒരുങ്ങുന്ന സംഭവമല്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇനി ഹൈലൈറ്ററൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ഞാൻ വിചാരിച്ചു കുറച്ച് ഹൈലൈറ്റർ പോവാം. ഞാൻ വാങ്ങിച്ചു വെച്ചേക്കണേല്ലേ, ഇതാണ്ട് റെയർ ബ്യൂട്ടിയുടെ കുറച്ച്, ഒരുപാടൊന്നുമില്ല, ഇച്ചിരി കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ബ്രഷ് ഇട്ട് ഒന്ന് തൂത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒരു പൗഡർ ബ്രഷ് എടുത്തിട്ട് നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഇത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൺസീലറൊന്നും ചെയ്തില്ല, കൺസീൽ ചെയ്തതേ ഇല്ല. ഓക്കെ, ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. ഞാനിത് നോക്കട്ടെ ഫോണിൽ. ഓക്കെ, ഞാൻ ലിപ്പ് കുറച്ച് വലുതായിട്ടാണ് വരച്ചേക്കണം. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഈ ദുബായിലൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ഇങ്ങനെ ഫില്ലേഴ്സൊക്കെ ചെയ്ത് അവർക്കൊരു ഫ്ലഷ്ഡ് ഒരു ലുക്കുണ്ട്. പ്ലംബി ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ലുക്ക്. ഓക്കെ, ഇത് അർബൻ ഡിക്കയുടെ ഓൾ നൈറ്റർ ലോങ് ലാസ്റ്റിംഗ് സെറ്റിംഗ് സ്പ്രേ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്. 16 hour വേയാണ്. ടെമ്പറേച്ചർ കൺട്രോൾ ടെക്നോളജിയൊക്കെ ഉണ്ട്. സോ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് കുറച്ച് അടിച്ചു കൊടുക്കാം. ഗൈസ്, ഇതാണ് ഞാൻ ലാസ്റ്റ് ലുക്ക്, എൻ്റെ ഫേസിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇങ്ങനത്തെ ലുക്കുകൾ നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ദിവസമാണ്, നമ്മൾ ഒന്നിനും ഓടണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു ടെൻഷനാണ്. ഇപ്പം ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ അന്നെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എല്ലാം ഞാൻ ഓടി നടന്ന് നമ്മളിങ്ങനെ ഓടണം. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഭയങ്കര ചിൽ മൂഡിലാണ്. ഇപ്പം നമ്മൾ 5 മണിക്കുള്ള പരിപാടിക്ക് ഞാൻ ഏകദേശം 11 മണിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. 11:30 ആയതേ ഉള്ളൂ. കാരണം ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരെയാണ്, 2 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പം ഓവറോൾ പരിപാടി സെറ്റല്ല. കാരണം എനിക്കിനി ഒരു ചെറിയ സംഭവങ്ങളുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇനി ഒരു കാജൽ എടുത്തിട്ട് ചെറുതായിട്ട് ഇവിടെ കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. കുറച്ച് ബ്രഷ് എടുത്തിട്ട് കാജൽ എടുത്തിട്ട് ലാസ്റ്റ് ഇവിടെ കുറച്ച് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പം നമുക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നമുക്ക് ഒരുങ്ങാന്നുള്ളതേ ഉള്ളൂ. ആരും വേണമെന്നില്ല. ഇപ്പം നമുക്ക് ഒരുവിധം ഒരുങ്ങാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് ടെൻഷനാണ്, നിങ്ങളെ കയ്യിൽ നിൽക്കുമെങ്കിൽ ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ഒരുങ്ങുന്നതായിരിക്കും ബെറ്റർ. ഒരാളുടെ ഹെൽപ്പിൽ ഒരുങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പം ഇന്ന് എനിക്ക് ഭയങ്കര ചിൽ ഡേ ആണ്. ഞാൻ വളരെ ചില്ലായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങി. കുറച്ച് പാടുപെട്ടെങ്കിലും ഉറങ്ങാൻ വേണ്ടി. കാരണം എനിക്ക് UTI ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്നുള്ളതാണ്. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നന്നായിട്ട് ഉറങ്ങി ഒരു 9 മണിക്കൂർ. ഞാനൊരു ബ്രൗൺ ഐലൈനർ എടുത്തൊന്ന് സെറ്റ് ചെയ്യണേ, ഷാഡോ. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. എനിക്ക് തോന്നുന്നു ബ്ലഷ് കുറച്ച് കുറഞ്ഞു പോയി. ഞാൻ കുറച്ചുകൂടെ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നലല്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നു. കുറച്ച് ഇച്ചിരി ഹൈലൈറ്റ് ഇട്ടപ്പോഴേ കുറച്ച് ഡള്ളായിപ്പോയി നമുക്ക്. എന്നിട്ടിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇവിടെ നിങ്ങോട്ടിട്ടാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്നാച്ച്ഡ് ലുക്ക് കിട്ടുക. എനിക്കിഷ്ടമല്ല. എനിക്ക് കുറച്ച് കവിളൊക്കെ ഇങ്ങനെ തുടുത്ത് അങ്ങ് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം.
കളൊക്കെ നല്ല തുടുത്ത് തകർത്ത് ഇരിക്കണം. അതായത് എനിക്കൊരു പുട്ടൂതിയെ പോലെ ഇരിക്കണം എന്നുള്ളതാണ് സത്യം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഇനി ഞാൻ പോയി എൻ്റെ ദാവണിയൊക്കെ ഇട്ട് ഞാൻ എൻ്റെ ഹെയർ കൂടെ സെറ്റ് ചെയ്ത് രേഷ്മേച്ചി വന്നിട്ടുണ്ട്, ഹെയർ കൂടെ സെറ്റ് ചെയ്തിട്ട് വരാം.